Hi everyone, welcome you all to the English Teachers live session on HSST English 2026. കഴിഞ്ഞ ദിവസങ്ങളിലായി കുറേയേറെ ഉദ്യോഗാർത്ഥികൾ അടുത്ത HSST പരീക്ഷയുടെ നോട്ടിഫിക്കേഷനെ കുറിച്ചും എക്സാം ഡേറ്റിനെ കുറിച്ചും നിലവിൽ ഉള്ള HSST റാങ്ക് ലിസ്റ്റിനെ കുറിച്ചൊക്കെയുള്ള സംശയങ്ങളും മറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരം സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നൊരു ലൈവ് സെഷൻ സംഘടിപ്പിക്കുന്നത്. സോ ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ നമ്മൾ ആദ്യം നോക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള HSST ഇംഗ്ലീഷ് റാങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ്. അതിന്റെ സാധ്യതകൾ, അതിനകത്ത് നടന്ന നിയമനങ്ങൾ അധികം നടക്കാത്തത് കൊണ്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കേസിന് പോകുന്നുണ്ട് എന്നും അത് കാരണം അടുത്ത ഒരു HSST ഇംഗ്ലീഷ് പരീക്ഷ ഡിലേ വരും എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സോ നമുക്ക് ആ കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങളിവിടെ കാണുന്നത് ഇപ്പോൾ നിലവിലുള്ള HSST ഇംഗ്ലീഷ് റാങ്ക് ലിസ്റ്റ് ആണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിന്റെ പേ സ്കെയിലൊക്കെ കാണാൻ പറ്റും. 45,600 രൂപ മുതൽ 95,600 രൂപ വരെയാണ് ഇതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് MA ഇംഗ്ലീഷ് അതുപോലെ സെറ്റൊക്കെ നേടിയ HSST പരീക്ഷ എഴുതാൻ ക്വാളിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും ഒരു ഡ്രീം പൊസിഷനാണ് എന്നതിൽ സംശയമില്ല. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തസ്തികയാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നടക്കുന്ന കോമ്പറ്റീഷനും വളരെ ടൈറ്റ് ആയിരിക്കും. എനിവേ, ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് 29/9/2023 21 ഇത് നോട്ടിഫൈ ചെയ്യുന്നത്. 23 അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. സോ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2 വർഷം ഇപ്പോൾ ഈ മാസം പൂർത്തിയാകും. ഇനി 1 വർഷം കൂടിയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളത്. പക്ഷെ ഇതിൽ അധികം നിയമനങ്ങൾ നടന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇതിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിക്കാനിരിക്കുന്നു. അത് കാരണം ഇത് അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ ഡിലേ വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്കുള്ളത്. ഇതിൽ നിന്ന് തീരെ നിയമനങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത്തെ ആൾ നിയമനം നേടിയതാണ്. പക്ഷെ അതിനുശേഷമാണ് സൂപ്പർ ന്യൂമറി പ്രശ്നം വരുന്നത്. ഓൾറെഡി HSST ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 60-ലധികം ടീച്ചേഴ്സ് പുറത്തു പോകേണ്ട അവസ്ഥ വന്നു, തസ്തിക നഷ്ടം വഴി. അപ്പോൾ അവരെ വീണ്ടും തലസ്ഥാനങ്ങളിലേക്ക് പുനഃസ്ഥാപിക്കുക വഴി ഈ ലിസ്റ്റിൽ നിന്ന് പോകേണ്ടി വന്നിരുന്ന അല്ലെങ്കിൽ നിയമനം ലഭിക്കേണ്ടിയിരുന്ന കുറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കാതെ പോയി. അപ്പോൾ ആ ഒരു ലിസ്റ്റിലെ നിയമനം അവിടെ ഡിലേ വന്നു. എന്നാൽ ഈ അടുത്തായിട്ട് വീണ്ടും അഡ്വൈസ് പോയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റ് ആക്റ്റീവാണ് എന്നർത്ഥം. അതിനകത്ത് നിയമനങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ തീരെ നിയമനങ്ങൾ നടക്കാത്ത ഒരു ലിസ്റ്റിനെ സംബന്ധിച്ചാണ് കോടതിയിലേക്ക് പോയാൽ എന്തെങ്കിലും അനുകൂലമായ തീരുമാനം ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക. പക്ഷെ ഈ ഒരു ലിസ്റ്റിനെ സംബന്ധിച്ച് ഇതൊരു നോർമൽ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സാധാരണ PSC ലിസ്റ്റ് പോലെ തന്നെ ഇത് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫേവർ ഇതിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാനോ പോകുന്നില്ല എന്നതാണ് വാസ്തവം. സോ ഈ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ ഉണ്ടാകും. പക്ഷേ വസ്തുതകൾ നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സോ ഇത്തരത്തിൽ ഇതിനകത്ത് ഉൾപ്പെട്ട ആളുകൾ നിയമനം 1 വർഷം കൂടെ അവർക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതിന് കാത്തു നിൽക്കാതെ അടുത്ത HSST പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുകയാണ് വേണ്ടത് എന്നർത്ഥം. സോ 1 വർഷം ഈ റാങ്ക് ലിസ്റ്റ് അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴേക്ക് ഇതിന്റെ കാലാവധി തീരും. ഇത് എക്സ്പയർഡ് ആകും. അതുകൊണ്ട് തന്നെ അപ്പോഴേക്ക് PSC പുതിയ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. അപ്പൊ അതിനുവേണ്ടി ഈ ഡിസംബറിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരാനാണ് സാധ്യത. മറ്റു വിഷയങ്ങളുടെ കൂടെ ഇംഗ്ലീഷ് HSSTയുടെ നോട്ടിഫിക്കേഷനും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ HST എക്സാം അത് കഴിഞ്ഞ ഡിസംബറിലാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരികയും ഈ ഓഗസ്റ്റ് 20 അതിന്റെ പരീക്ഷ നടത്തുകയും ചെയ്തു. മിക്ക ആളുകളും ആ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും. നന്നായി അത് പെർഫോം ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. സോ അത് നന്നായി പെർഫോം ചെയ്ത ആളുകളും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് കഠിന പ്രയത്നം ചെയ്യുക. കാരണം PSCയുടെ കാര്യത്തിൽ ഏതാണ് നമുക്ക് ആദ്യം ലഭിക്കുക എന്ന് പറയാൻ കഴിയില്ല. സോ നിലവിലുള്ള ലിസ്റ്റിന്റെ അവസ്ഥ ഇതാണ്. അതിൽ നിന്ന് കൂടുതൽ നിയമനങ്ങളൊന്നും നടന്നിട്ടില്ല, എന്നാൽ തീരെ നടന്നിട്ടില്ല എന്നും പറയാൻ കഴിയില്ല. സോ ഇതിന്റെ ഒരു ഗുണഭോക്താക്കളാകാൻ പോകുന്നത് അടുത്ത ലിസ്റ്റിൽ വരുന്ന ആളുകളാണ്. ഈ കാലയളവിൽ ഉണ്ടാകുന്ന ഒഴിവുകൾ
ഈ ഒരു അടുത്ത വർഷം കൊണ്ട് നികത്താത്ത ഒഴിവുകൾ. അടുത്ത ലിസ്റ്റിലേക്ക് പോകും. മാത്രമല്ല 2027-ലൊക്കെ റിട്ടയർമെന്റ് വരുന്നുണ്ട് കുറേയധികം. അപ്പൊ അതിന്റെ ഒരു ഗുണം ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട നിലവിൽ ഉള്ള ആളുകൾക്ക് ലഭിക്കില്ല. അതും അടുത്ത ലിസ്റ്റിൽ വരാൻ പോകുന്ന ആളുകൾക്കാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ അടുത്ത HSST പരീക്ഷയ്ക്ക് നന്നായി പ്രിപ്പയർ ചെയ്യണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സോ നിലവിലെ ലിസ്റ്റിന്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത പരീക്ഷയെക്കുറിച്ച് സംസാരിക്കാം. ഇതിന്റെ സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. HST പരീക്ഷ പോലെയല്ല, വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് HSST പരീക്ഷയുടേത്. സോ നമ്മൾ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത സെപ്റ്റംബറിന് മുമ്പായിട്ട് തന്നെ പരീക്ഷയും നടക്കുമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നാം ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം വളരെ വിപുലമായ ഒരു സിലബസ് ആണ് HSST ഇംഗ്ലീഷ് പരീക്ഷയുടേത്. സോ നിങ്ങളിവിടെ സിലബസ് ആണ് നിങ്ങൾ കാണുന്നത്. 100 മാർക്കിന്റെ പരീക്ഷയിൽ 70 മാർക്കാണ് കോർ ടോപ്പിക്സിൽ നിന്ന് ചോദിക്കുന്നത്. 30 മാർക്ക് ജനറൽ ടോപ്പിക്സ് ആണ്. അപ്പോൾ 70 മാർക്കുള്ള കോർ ടോപ്പിക്സിൽ 2 ഡിവിഷൻ വരുന്നുണ്ട്. 40 മാർക്കിനുള്ള ഒരു ഭാഗം വരുന്നുണ്ട്, 30 മാർക്കിന്റെ മറ്റൊരു ഭാഗം വരുന്നുണ്ട്. സോ 40 മാർക്കിൽ വരുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറും അതുപോലെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമാണ്. സോ ഇതിൽ ഓരോ കാലഘട്ടത്തിലെയും ഓരോ പീരീഡും തരംതിരിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഡീറ്റെയിൽഡ് സ്റ്റഡിക്കും അതുപോലെ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിക്കുമുള്ള പ്രത്യേകം പോർഷൻസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ മൊഡ്യൂൾ നോക്കുക. ഏർലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മുതൽ 18th സെഞ്ചുറി വരെയുള്ള കാലഘട്ടത്തിലെ ഡീറ്റെയിൽഡ് സ്റ്റഡിക്കുള്ള പോർഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഡീറ്റെയിൽഡ് സ്റ്റഡിക്കുള്ള പോർഷൻസിൽ നിന്ന് അനോട്ടേഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ HSST എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അനോട്ടേഷൻസ് ചോദിച്ചിട്ടുണ്ട്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ടെക്സ്റ്റ് വായിച്ചു തന്നെ പോകണം. സോ ഇവയെല്ലാം ഡീറ്റെയിൽഡ് സ്റ്റഡിക്കുള്ള പോംസ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന്. പിന്നീട് നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിക്കുള്ള ഭാഗമാണ് മൊഡ്യൂൾ 2. അതിനകത്തും പോംസും അതുപോലെ ഫിക്ഷനും പ്ലേ ഒക്കെ ഉണ്ട്. മൊഡ്യൂൾ 3ലേക്ക് വന്നാൽ റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പീരീഡ് ആണ്. അതിനകത്ത് ഡീറ്റെയിൽഡ് സ്റ്റഡിക്കുള്ള പോംസ് ആണ് കൊടുത്തിട്ടുള്ളത്. കുറേയേറെ പോംസ് ഉണ്ട്. അതുപോലെ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ പ്രോസും അതുപോലെ ഫിക്ഷനും ഡ്രാമയൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെങ്തി ആയിട്ടുള്ള ഫിക്ഷൻസും അതുപോലെ ഡ്രാമയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ്. നേരത്തെ നമ്മൾ പഠനം തുടങ്ങേണ്ടിയിരിക്കുന്നു. 5ാമത്തെ മൊഡ്യൂളിൽ വരുന്നത് 20th സെഞ്ചുറി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണ്. ഡീറ്റെയിൽഡ് സ്റ്റഡിക്കുള്ള പോംസ് യേറ്റ്സിന്റെയും എലിയറ്റിന്റെയും ഓഡന്റെയും ഡിലൻ തോമസിന്റെ ഒക്കെ പോംസ് കാണാം. കുറേയേറെ പോംസ് ഉണ്ട്. അതുപോലെ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിക്കുള്ള പോംസ് മാത്രമല്ല, ഇവിടെ പ്ലേസ് നിങ്ങൾക്ക് കാണാം. എലിയറ്റിന്റെ മർഡർ ഇൻ ദ കത്തീഡ്രൽ, അതുപോലെ ജെയിംസ് സിംഗിന്റെ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്, വെയിറ്റിംഗ് ഫോർ ഗോദോ, ബർത്ത്ഡേ പാർട്ടി, അതുപോലെ പ്രോസ്, ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്, മോഡേൺ ഫിക്ഷൻ തുടങ്ങിയ പ്രോസ് വർക്കുകളും ഡീറ്റെയിൽഡ് സ്റ്റഡിക്കാണുള്ളത്. നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലും അതുപോലെ നോവൽസ് വരുന്നുണ്ട്, അതുപോലെ പ്ലേസ് വരുന്നുണ്ട്. സോ 7th മൊഡ്യൂൾ വരുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനകത്തും ഡീറ്റെയിൽഡ് സ്റ്റഡിക്കുള്ള പോംസ് കാണാം. തിയറി ഓഫ് രസ, തിയറി ഓഫ് ധ്വനി പോലെയുള്ള വർക്കുകൾ, പ്ലേസ് നാഗമണ്ഡലയും ഹാർവെസ്റ്റും ഡാൻസ് ലൈക്ക് എ മാൻ തുടങ്ങിയ പ്ലേസ് ഉണ്ട്. അതുപോലെ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിയും ഉണ്ട്. 8th മൊഡ്യൂൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഭാഗങ്ങളാണ് നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിക്കുള്ളത്. അതിനകത്തും ഫിക്ഷനും അതുപോലെ പ്ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഭാഗത്തിൽ നിന്നാണ് 40 മാർക്കിന് ചോദ്യങ്ങൾ വരുന്നത്. അടുത്തത് മൊഡ്യൂൾ 9th അമേരിക്കൻ ലിറ്ററേച്ചർ ആണ്. അമേരിക്കൻ ലിറ്ററേച്ചറിൽ നിന്നാണ് 30 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത്. അവിടെ 9th മൊഡ്യൂൾ ഡീറ്റെയിൽഡ് സ്റ്റഡിക്കുള്ള പോംസ് കാണാം, അതുപോലെ പ്ലേസ് കാണാം. നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡിക്കുള്ള എസ്സേസ്, പ്രോസും അതുപോലെ ഫിക്ഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതും വളരെ വിപുലമാണ്. സോ ഇത്രയും 10 മൊഡ്യൂളുകളാണ് ലിറ്ററേച്ചർ പാർട്ടിൽ നിന്ന് വരുന്നത്. ഇനി ബാക്കിയുള്ള 2ാമത്തെ പാർട്ടിലെ കോർ ടോപ്പിക്സിന്റെ 30 മാർക്കിനുള്ള വിഭാഗത്തിൽ അമേരിക്കൻ ലിറ്ററേച്ചറും അതിന്റെ കൂടെ വരുന്നത് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്, അത് ഫൊണറ്റിക്സും മോർഫോളജിയും സിന്റാക്സും സെമാൻറ്റിക്സും ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജ് വരുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആ ഭാഗത്താണ് വരുന്നത്. തിയറീസ്, ബിഹേവിയറിസം, കോഗ്നിറ്റീവ്സ് ഒക്കെ പോലെയുള്ള തിയറീസും, അതുപോലെ മെത്തേഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്,
അതുപോലെ ലേണർ ഫാക്ടേഴ്സും ടീച്ചിങ് എയ്ഡ്സ്, ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ, ഇതൊക്കെ ഈ ഭാഗത്ത് വരുന്നു. ഇനി 13th മൊഡ്യൂൾ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി ആണ്. വളരെ വിപുലമായ ഒരു പോർഷനാണ് ആ ഭാഗത്തുള്ളത്. അരിസ്റ്റോട്ടിൽ മുതൽ ഇങ്ങോട്ട് സെഡ്ജ്വിക് വരെയുള്ള തിയറിസ്റ്റുകളുടെ വർക്കുകൾ പഠിക്കാനുണ്ട്. അതുപോലെ 14th മൊഡ്യൂൾ കൾച്ചർ സ്റ്റഡീസ് ആണ്. അതിനകത്ത് 5 വർക്കുകൾ, 5 എസ്സേസ് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും ഭാഗമാണ് 70 മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന വളരെ വിപുലമായ വൈഡായിട്ടുള്ള കോർ ടോപ്പിക്സ്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് വന്നാൽ ആദ്യം വരുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുമാണ്. 5 മാർക്ക് വീതമാണ് ഈ ഭാഗത്ത് നിന്നുള്ളത്. ഇതാണ് പാർട്ട് 2. ഇനി പാർട്ട് 3യില് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് 5 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. പിന്നീട് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ആണ്, പ്രോഗ്രാംസ്, അതും 5 മാർക്കിന് ചോദിക്കുന്നു. ഇനി പാർട്ട് 4ല് കേരള റിനൈസൻസ് ആണ് 5 മാർക്കിന് ചോദ്യം. പക്ഷെ അത് വളരെ വൈഡാണ്, കൃത്യമായി അത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള ലീഡേഴ്സ്, മൂവ്മെന്റ്സ്, അതുപോലെ റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ്, അതുപോലെ അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ, വിമൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്, വിമൻ ലീഡേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ലിറ്റററി ഫിഗേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് അതിന്റെ ബി പാർട്ടാണ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും വിപുലമായ ഒരു സിലബസ് ആണ് HSSTയുടേത്. 70 മാർക്കിന്റെ കോർ ടോപ്പിക്സും 30 മാർക്കിന്റെ ജനറൽ ടോപ്പിക്സും ഇതിനകത്ത് ഉൾപ്പെടുന്നു. അപ്പോൾ പ്രത്യേകം പറയാനുള്ളത്, ഡീറ്റെയിൽഡ് സ്റ്റഡിക്കൊക്കെയുള്ള ഭാഗം നമ്മൾ വളരെ ഇൻഡെപ്തിൽ പോകണം. അനോട്ടേഷൻസ് ഒക്കെ അതിനകത്ത് ചോദിക്കുന്നുണ്ട്. നമ്മൾ PYQ നോക്കുന്ന സമയത്ത് അത് കൃത്യമായി മനസ്സിലാകും. ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കഴിഞ്ഞ HST പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാവുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഡീറ്റെയിൽഡ് സ്റ്റഡിക്കുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാം നിങ്ങൾക്ക്. കവിതകളിലെ ലൈൻസ് കൊടുത്തിട്ട് ഏത് കവിതയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. സോ അത്തരത്തിലുള്ള കുറേയേറെ ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ കവിതകളൊക്കെ, ഡീറ്റെയിൽഡ് സ്റ്റഡിക്കുള്ള കവിതകളൊക്കെ ലൈൻ ബൈ ലൈൻ വായിച്ചു പോവുക തന്നെ വേണമെന്നർത്ഥം. അതുപോലെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം, PSC പരീക്ഷ സ്വഭാവം മാറിയിട്ടുണ്ട്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് പുറമെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പുകളും അതുപോലെ റീസൺ അസർഷൻ ടൈപ്പ് ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. സോ ഇത്തരത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പഠനം HST പരീക്ഷയ്ക്ക് നിർബന്ധമാണ്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷനാണത്. PG ലെവൽ എക്സാം ആണ്. അതുകൊണ്ട് തന്നെ വളരെ കടുത്ത കോമ്പറ്റീഷൻ ഉണ്ടാകും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്യാനും റാങ്ക് ലിസ്റ്റിന് മുമ്പിൽ വരാനും കഴിയുകയുള്ളൂ എന്നതാണ് വസ്തുത. സോ ഇത്തരത്തിൽ ഈ സിലബസ് കൃത്യമായി മനസ്സിലാക്കുകയും PYQs വായിച്ചു നോക്കി അതിന്റെ സ്വഭാവം മനസ്സിലാക്കി വളരെ നേരത്തെ പഠനം തുടങ്ങേണ്ടതുണ്ട്. ഇനി മറ്റൊരു സംശയം പലരും ചോദിക്കുന്നത് PG വെയിറ്റേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. PG വെയിറ്റേജുമായി ബന്ധപ്പെട്ട് മുമ്പ് കഴിഞ്ഞ പരീക്ഷ വരെ ഉണ്ടായിരുന്നത്, PG പരീക്ഷക്ക് നേടുന്ന മാർക്കിന്റെ ശതമാനത്തിന്റെ 30% കണക്കാക്കിയിരുന്നത്. എന്ന് വെച്ചാൽ 60% മാർക്ക് നേടിയ ഒരാൾ അതിന് 30% എടുത്താൽ 18 മാർക്ക്, 60% PGക്ക് നേടിയ ഒരാൾക്ക് 18 മാർക്ക് റിട്ടേൺ എക്സാമിന്റെ കൂടെ ആഡ് ചെയ്യും. പിന്നെ ഇന്റർവ്യൂ മാർക്കും കൂടെ അതിനകത്ത് ചേർത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. 80% മാർക്ക് ലഭിച്ച ഒരാൾക്ക് 24 മാർക്ക് ലഭിക്കും. എന്നാൽ അത് വലിയ അന്തരം ഉണ്ടാക്കും. പ്രത്യേകിച്ച് മുമ്പ് PG ചെയ്ത ആളുകളും അതുപോലെ റീസെന്റ് ആയിട്ട് പാസ് ഔട്ട് ആയ ആളുകളും തമ്മിൽ ഈ മാർക്കിന്റെ കാര്യത്തിൽ വലിയ അന്തരമുണ്ട്. ഇപ്പൊ പലതവണ
മുമ്പൊക്കെ ഉദ്യോഗാർത്ഥികൾ PSC അത് സമീപിച്ചതായിരുന്നു. പക്ഷെ അന്നൊന്നും PSC ഒരു പോസിറ്റീവായ നിലപാട് സ്വീകരിച്ചില്ല. എന്നാൽ കഴിഞ്ഞ HST എക്സാം മുതൽ ഇത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ PG വെയിറ്റേജ് സ്ലാബ് ആണ് കൊടുക്കുന്നത്. 80% അതിന് മുകളിലും കിട്ടിയ ആളുകൾക്ക് 20 മാർക്കും, 60%-നും 80%-നും ഇടയിൽ 18 മാർക്കും, 60%-ന് താഴെ മാർക്കുള്ളവർക്ക് 16 മാർക്കും. അപ്പോൾ വലിയ ഒരു അന്തരം സംഭവിക്കുന്നില്ല എന്നർത്ഥം. ഇതാണ് PG വെയിറ്റേജുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കുറെ ആളുകൾ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇനി മറ്റൊരു ഡൗട്ട്, നാം തുടങ്ങുന്ന കോഴ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ദ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഫേം ഇംഗ്ലീഷ് എക്സാംസിന് മാത്രമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ കഴിഞ്ഞ 3 HSA പരീക്ഷകൾക്കും കഴിഞ്ഞ 2 HSST പരീക്ഷകൾക്കും അതുപോലെ കഴിഞ്ഞ കോളേജിയറ്റ് എക്സാമിനും ഇത്തരത്തിൽ കോച്ചിങ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. കോച്ചിങ് ക്ലാസ്സുകൾ മാത്രമല്ല, റാങ്ക് ഫയലുകളും ക്വസ്റ്റ്യൻ ബാങ്കുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് കുട്ടികൾക്ക്. ഇപ്പോഴും കഴിഞ്ഞ HST ഇംഗ്ലീഷ് ബാച്ചിലൊക്കെ ഉള്ള ആളുകൾ ഇപ്പോൾ അഡ്വൈസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേയേറെ ആളുകൾ നമ്മുടെ കോച്ചിങ് ക്ലാസ്സിന്റെ ഭാഗമായിട്ട് വരികയും നിയമനം നേടുകയും ചെയ്തിട്ടുണ്ട്. സോ ഇത് ആദ്യമായി പറയാനുള്ളത്, ഇതൊരു ബിസിനസ് മോട്ടീവില്, പ്രോഫിറ്റ് മോട്ടീവില് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല. മാക്സിമം അഫോർഡബിൾ ആയ പ്രൈസിൽ മാക്സിമം ക്വാളിറ്റി കോച്ചിങ് അതുപോലെ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് നമ്മുടെ പർപ്പസ്. അതുകൊണ്ടാണ് 3500 രൂപയ്ക്ക് ക്ലാസ്സുകളും അതിനു പുറമെ പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ്, ടെക്സ്റ്റ് അടക്കം, ഫോംസിന്റെയും എസ്ഐസിന്റെയും ഒക്കെ ടെക്സ്റ്റ് അടക്കം, സമ്മറീസും ഓതർ വർക്ക് ഡീറ്റെയിൽസും അനോട്ടേഷൻസ് ഒക്കെ ഉൾപ്പെടെയുള്ള പ്രിന്റഡ് മെറ്റീരിയൽസും അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്ക്, അതുപോലെ വീക്ക്ലി പ്രാക്ടീസ് ടെസ്റ്റുകൾ, അതുപോലെ 20-25 ടെസ്റ്റുകൾ വരുന്ന മോക്ക് ടെസ്റ്റ് സീരീസ് കഴിഞ്ഞ HST എക്സാമിന് നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ്. അപ്പൊ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫീസിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. മറ്റ് ഒന്നും നിങ്ങൾ പേ ചെയ്യേണ്ടതില്ല. ഈ 3500 രൂപയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നർത്ഥം. സോ 3rd സെപ്റ്റംബറിന് നമ്മളിത് ക്ലോസ് ചെയ്യും. കാരണം അതിനുശേഷം ഈ മെറ്റീരിയൽസ് പ്രിന്റ് ചെയ്യേണ്ടതുണ്ട്. ക്ലാസ് 15-ന് തുടങ്ങുന്നതിന് മുമ്പ് ഇത് ഉദ്യോഗാർത്ഥികളുടെ കയ്യിലെത്തണം. അതുകൊണ്ട് സെപ്റ്റംബർ 3-ന് നമ്മൾ ഫസ്റ്റ് ബാച്ചിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാണ്. അതിനു മുമ്പ് തന്നെ താല്പര്യമുള്ളവരെല്ലാം ഇതിനകത്ത് ജോയിൻ ചെയ്യുക. സോ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ സംശയമുള്ള ആളുകൾ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ നേരിട്ട് വിളിക്കുകയോ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് and joining today's live session. See you in the next class.